നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ഓരോ ക്ലാസ്സും പഠിച്ചു വരുമായിരുന്നല്ലേ. നമ്മൾ ഓൾറെഡി ടർബുലേറിയ കണ്ടു, ട്രിമറ്റോടെ ആയി പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനകത്ത് ഫാസിയോള ഹെപ്പാറ്റിക്ക നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടായിരുന്നു. ഫാസിയോള ഹെപ്പാറ്റിക്ക നിങ്ങൾക്ക് ഈ പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ടൈപ്പ് ഓർഗാനിസമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മോർഫോളജിയും അതിൻ്റെ ലൈഫ് സൈക്കിളും പാരസിറ്റിക് അഡാപ്റ്റേഷൻസും ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് വളരെ ആ സീരിയസ്നെസ്സോടുകൂടി വേണം നിങ്ങളിത് ഈ ഒരു ടോപ്പിക്ക് നോക്കാൻ. ഫാസിയോള ഹെപ്പാറ്റിക്ക പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ഷീപ്പ് ലിവർ ഫ്ലൂക്ക് എന്ന. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസം ഷീപ്പ് ആയതുകൊണ്ടാണ് എന്നും പറഞ്ഞ് ഷീപ്പിൽ മാത്രമല്ല, ഒക്കേഷണലി പല അതർ ആനിമൽസിലും നമുക്ക് കാണാൻ പറ്റും. ഓക്സ് അല്ലെങ്കിൽ ബോർ, ആസ്, ഡോഗ്, ഗോട്ട്, ഹോഴ്സ്, ബഫലോ, റാബിറ്റ്, എലഫൻറ്റ്, ഡിയർ, മങ്കി, ഈവൻ മനുഷ്യരിൽ വരെ ഇത് ഒക്കേഷണലി കാണപ്പെടുന്നുണ്ട്. എന്നാലും അതിൻ്റെ മെയിനായിട്ടുള്ള ഹോസ്റ്റ് ഓർഗാനിസം ഷീപ്പാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഷീപ്പ് ലിവർ ഫ്ലൂക്ക് എന്ന് സാധാരണ അത് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു പാത്തോജനിക് ആയിട്ടുള്ളൊരു എൻഡോ പാരസൈറ്റിക് ട്രിമറ്റോഡാണ്. ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ലിവറിലും ബൈൽ ഡക്റ്റിലുമാണ്. ഷീപ്പിൻ്റെ ലിവറിലും ബൈൽ ഡക്റ്റിലുമാണ് ഇത് മെയിൻലി കാണപ്പെടുന്നത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിസീസ് ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ലിവർ റോട്ട്. ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ലിവർ റോട്ട് അല്ലെങ്കിൽ ഫാസിയോളാസിസ്. ഇനി നമുക്ക് ഫാസിയോള ഹെപ്പാറ്റിക്കയുടെ മോർഫോളജി നോക്കാം. നമ്മൾ ഇത് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒരു എസ്സേ ആയിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കുമ്പം ഇതും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലും ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഫാസിയോള ഹെപ്പാറ്റിക്ക അതിൻ്റെ ഒരു അഡൾട്ട് ലിവർ ഫ്ലൂക്കിന് വളരെ സോഫ്റ്റായിട്ട് ഉള്ള ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളൊരു കോണിക്കൽ ബോഡിയാണ് അഡൾട്ടായിട്ടുള്ള ലിവർ ഫ്ലൂക്കിൽ കാണുന്നത്. അതിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ, ബ്രോഡായിട്ടുള്ള ആൻറ്റീരിയർ എൻഡിൽ ഒരു കോണിക്കൽ പ്രൊജക്ഷനുണ്ട്. അതാണ് ഓറൽ കോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓറൽ കോൺ അല്ലെങ്കിൽ എപ്പിക്കൽ കോൺ അല്ലെങ്കിൽ ഹെഡ് ലോബ്. ഈ ആൻറ്റീരിയർ എൻഡിൽ കാണുന്ന കോണിക്കൽ പ്രൊജക്ഷനാണ് നമ്മൾ ഓറൽ കോൺ അല്ലെങ്കിൽ എപ്പിക്കൽ കോൺ അല്ലെങ്കിൽ ഹെഡ് ലോബ് എന്ന് പറയുന്നത്. മൗത്ത് കാണപ്പെടുന്നത് ഈ എപ്പിക്കൽ കോണിൻ്റെ ടിപ്പിലായിട്ടാണ്. അപ്പം അത് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് ഒരു ഓറൽ സക്കർ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ആൻറ്റീരിയർ സക്കർ. നിങ്ങൾക്ക് ആ ഇമേജ് നോക്കിയാൽ കാണാം, ആൻറ്റീരിയർ സക്കർ കാണാൻ പറ്റത്തില്ലേ, ആ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. ഇനി ഈ ലിവർ ഫ്ലൂക്കിൻ്റെ വെൻട്രൽ ഭാഗത്തായിട്ട്, അതായത് ആ ഓറൽ കോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ബിഹൈൻഡായിട്ട് ഒരു പോസ്റ്റീരിയർ സക്കർ അല്ലെങ്കിൽ ഒരു വെൻട്രൽ സക്കർ ഉണ്ട്. അതിൻ്റെ പേരാണ് അസറ്റാബുലം. ഈ അസറ്റാബുലമാണ് അഡ്ഹസീവ് ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ഹോസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അസറ്റാബുലം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ അസറ്റാബുലത്തിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു കോമൺ ഗോണോഫോർ കാണാം, ഗോണോഫോർ. പിന്നെ എക്സ്ട്രീം പോസ്റ്റീരിയർ ടിപ്പിൽ, ആ ലിവർ ഫ്ലൂക്കിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള പോസ്റ്റീരിയർ ടിപ്പിലാണ് എസ്ക്രീറ്ററി ഓപ്പണിംഗ് കാണുന്നത്. അത് പിക്ചർ നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞ ഓരോ സ്ട്രക്ചറും, ഓറൽ കോണ്, ഓറൽ സക്കർ, പിന്നെ നമ്മൾ പറഞ്ഞ അസറ്റാബുലം, പിന്നെ കോമൺ ആയിട്ടൊരു ഗോണോഫോർ, പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള പോസ്റ്റീരിയർ ടിപ്പിൽ കാണുന്ന എസ്ക്രീറ്ററി ഓപ്പണിംഗ്. ഇനി ഇതിൻ്റെ ബ്രീഡിംഗ് സീസണിൽ ടെമ്പററി ആയിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കാണാം അതിൻ്റെ ആ മിഡ് ഡോർസൽ സർഫസിൽ. ഈ എക്സ്റ്റേണൽ ഓപ്പണിംഗ് അതിൻ്റെ പേരാണ് ലോറോസ് കനാൽ. അത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഡക്റ്റാണ് കേട്ടോ. ഇത് ഓവിഡക്റ്റിൽ നിന്ന് വരുന്ന ഒരു ഡക്റ്റാണ്. വെളിയിലോട്ട് ടെമ്പററി ആയിട്ട് കാണപ്പെടുന്നതാണ്. ആ ബ്രീഡിംഗ് സീസണിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഷോർട്ട് ഡക്റ്റാണ് ലോറോസ് കനാൽ. ഫാസിയോള ഒരു ഡൈജനറ്റിക് പാരസൈറ്റാണ്. എന്താ ഈ ഡൈജനറ്റിക് പാരസൈറ്റ്? അതായത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് ഹോസ്റ്റ് ഓർഗാനിസത്തിലാണ്, രണ്ട് സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ. ഒന്ന് ഷീപ്പ്, രണ്ടാമത്തേത് പോണ്ട് സ്നെയിൽ, ലിന്നേയ അല്ലെങ്കിൽ പ്ലാനോർബിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലൈഫ് സൈക്കിളാണ് ഫാസിയോളയ്ക്കുള്ളത്. ഇതിന് 5 ലാർവൽ സ്റ്റേജസ് ഉണ്ട്. 1 മിറാസീഡിയം, 2 സ്പോറോസിസ്റ്റ്, 3 റേഡിയ, 4 സെർക്കാറിയ, 5 മെറ്റാസെർക്കാറിയ. ഫാസിയോള ഹെപ്പാറ്റിക്കയുടെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്
യൂട്രസിൽ കുറച്ച് നേരം സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്താണ് എഗ്ഗിനെ ഒന്ന് യോക്ക് വെച്ച് കോട്ട് ചെയ്യുന്നതും പിന്നെ ഷെല്ല് വെച്ചൊക്കെ എൻക്ലോസ് ചെയ്യുന്നത്. പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഈ ഷെൽഡ് എഗ്സ് പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഷെൽഡ് എംബ്രിയോസ് ആയിട്ട് മാറും. ട്രാൻസ്ഫോം ആയ ഷെൽഡ് എംബ്രിയോസ് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടും. എങ്ങോട്ടാ? ബൈൽ ഡക്റ്റിലേക്ക്, ഹോസ്റ്റിൻ്റെ ബൈൽഡ് ഡക്റ്റിലേക്ക്. അവിടെ നിന്ന് പിന്നെ അത് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകും. ഫൈനലി അത് ഹോസ്റ്റിൻ്റെ ഫീക്കൽ മാറ്റർ കൂടെ പുറത്തോട്ട് വരും. ഇങ്ങനെ പുറത്തോട്ട് വരുന്ന എംബ്രിയോസ് ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് കിടക്കുന്നത് ഒരു മോയിസ്റ്റ് പ്ലേസിലൊക്കെ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഫർദർ ഡെവലപ്മെൻറ്റ്, അതിനൊരു ഫേവറബിൾ കണ്ടീഷനൊക്കെ വരത്തുള്ളൂ. അതായത് അതിൻ്റെ ലൈറ്റ്, മോയ്സ്ചർ, ടെമ്പറേച്ചർ, ഓക്സിജൻ, ആ സോയിലിൻ്റെ ഓക്സിജൻ, പിന്നെ അങ്ങനെ ഒരു ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമേ ഇത് ഫർദർ ഡെവലപ്മെൻറ്റ് നടത്തത്തുള്ളൂ. അങ്ങനെ ഒരു ഫേവറബിൾ കണ്ടീഷൻ അതിന് കിട്ടിയാൽ ഓരോ എംബ്രിയോയും ഒരു സീലിയേറ്റഡ് ലാർവയായിട്ട് മാറും. ആ ലാർവയുടെ പേരാണ് മിറാസീഡിയം. മിറാസീഡിയം എന്ന് പറയുന്നത് ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്രീ സ്വിമ്മിങ് സീലിയേറ്റഡ് ലാർവയാണ് മിറാസീഡിയം. അതിൻ്റെ ബോഡി വോളിൽ ഔട്ടർ എപ്പിഡെർമൽ, മിഡിൽ മസ്കുലർ ആൻഡ് ഇന്നർ മീസോഡെർമൽ ലെയേഴ്സ് ഉണ്ട്. 3 ലെയേഴ്സ് ഉണ്ട് അതിൻ്റെ ബോഡി വോളിൽ. ഔട്ടർ എപ്പിഡെർമൽ, മിഡിൽ മസ്കുലർ ആൻഡ് ഇന്നർ മീസൻകൈമൽ ലെയേഴ്സ്. അപ്പം എപ്പിഡെർമൽ സെൽസ് ആണ് അതിനകത്ത് സീലിയേറ്റഡ് ആയിട്ട് വരുന്നത്. 18 തൊട്ട് 21 വരെ നമ്പർ ഉണ്ട്. പിന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് 5 സർക്കുലർ ബാൻഡ്സിലായിട്ടാണ് കേട്ടോ എപ്പിഡെർമൽ സെൽസ്. മിറാസീഡിയത്തിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ ഒരു കോണിക്കൽ പ്രൊട്രൂസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ കാണാം. അതാണ് അപ്പിക്കൽ പാപ്പില. അപ്പിക്കൽ പാപ്പില അല്ലെങ്കിൽ ബോറിംഗ് പാപ്പില, ഹെഡ് പാപ്പില എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് അതിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ ഒരു കോണിക്കൽ പ്രൊട്രൂസിബിൾ പ്രൊജക്ഷൻ ആയിട്ടാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നെങ്കിൽ ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട് അതിൻ്റെ ടിപ്പിൽ. അതാണ് സാക്കുലാർ അപ്പിക്കൽ ഗ്ലാൻഡ്. അതായത് ഈ പാപ്പിലയുടെ ബോറിംഗ് പാപ്പില അല്ലെങ്കിൽ ഹെഡ് പാപ്പില അല്ലെങ്കിൽ അപ്പിക്കൽ പാപ്പില എന്നറിയപ്പെടുന്ന അപ്പിക്കൽ പാപ്പിലയുടെ ഉള്ളിൽ കാണപ്പെടുന്ന എന്നാൽ പുറത്തോട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ ടിപ്പ് മാത്രം പുറത്തോട്ട് ഓപ്പൺ ചെയ്ത് കിടക്കും. അതാണ് സാക്കുലാർ അപ്പിക്കൽ ഗ്ലാൻഡ്. ഈ അപ്പിക്കൽ ഗ്ലാൻഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഫാരിങ്ങൽ ഗ്ലാൻഡും പെനിട്രേഷൻ ഗ്ലാൻഡും, ഒരു ഫാരിങ്ങൽ ഗ്ലാൻഡും ഒരു പെനിട്രേഷൻ ഗ്ലാൻഡും കാണാം. പെനിട്രേഷൻ ഗ്ലാൻഡിന് സെഫാലിക് ഗ്ലാൻഡ് അല്ലെങ്കിൽ ലൈറ്റിക് ഗ്ലാൻഡ് എന്നൊക്കെ പറയും. ഇത് അപ്പിക്കൽ ഗ്ലാൻഡിൻ്റെ 2 സൈഡിലായിട്ട് കാണപ്പെടുന്ന വേറെ 2 ഗ്ലാൻഡുകളാണ്. ഇതിൻ്റെ എല്ലാം കൂടെ സെക്രീഷൻസ് ആണ് ഹിസ്റ്റോലൈസിൻസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോലൈസിൻസിന് സ്നെയിലിൻ്റെ ടിഷ്യൂസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മുടെ മിറാസീഡിയത്തെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഹിസ്റ്റോലൈസിൻസ് ഡിസോൾവ് ചെയ്യും സ്നെയിലിൻ്റെ ടിഷ്യൂസിനെ. അപ്പോൾ നമുക്ക് ഈ മിറാസീഡിയത്തിന് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിനാണ് ഇത്രയും ഗ്ലാൻഡ്സ് ഉള്ളത്. ഈ ഗ്ലാൻഡ്സിൽ നിന്നാണ് ഈ സെക്രീഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോലൈസിൻസ് വരുന്നത്. അത് സ്നെയിലിൻ്റെ ടിഷ്യൂസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ മിറാസീഡിയത്തെ സഹായിക്കുന്നു. അത് എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത്? അതിൻ്റെ സ്നെയിലിൻ്റെ ടിഷ്യൂസിനെ അത് ഡിസോൾവ് ചെയ്തെടുക്കും. അങ്ങനെ ഡിസോൾവ് ചെയ്ത് ഹിസ്റ്റോലൈസിൻസ് വെച്ച് ഡിസോൾവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ അപ്പിക്കൽ പാപ്പിലയുടെ ബേസ് ഭാഗത്ത് താഴെയായിട്ട് ഒരു നെർവ് ഗാംഗ്ലിയൻ അല്ലെങ്കിൽ സെറിബ്രൽ ഗാംഗ്ലിയൻ, ഇതും പിന്നെ 2 പിഗ്മെൻറ്റഡ് ഐ സ്പോട്ട്സും കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നീട് നിങ്ങളിത് കാണും. ഈ പിഗ്മെൻറ്റഡ് ഐ സ്പോട്ട്സ് അല്ലെങ്കിൽ സെറിബ്രൽ ഗാംഗ്ലിയനൊക്കെ ഡിസപ്പിയർ ചെയ്യുന്നത് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ ഏത് ലാർവൽ സ്റ്റേജിലാണ് ഇത് കാണപ്പെടുന്നതെന്നും ഏത് ലാർവൽ സ്റ്റേജിലാണ് ഇത് കാണപ്പെടാത്തതെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത്. ബേസിന് എപ്പിക്കൽ പാപ്പിലയുടെ ബേസിൽ ഒരു നെർവ് ഗാംഗ്ലിയനും 2 പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ സ്പോട്ട്സും കാണുന്നുണ്ട്. മിറാസീഡിയത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ബോഡിയുടെ ഉള്ളിലായിട്ട് ഒരു പെയർ ഓഫ് പ്രോട്ടോനെഫ്രൈഡിയ കാണാം. പിന്നെ അതിൻ്റെ പോസ്റ്റീരിയർ ഹാഫിൽ ലാർജ് അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോണിക് സെൽസ് ഉണ്ട്. അതിനാണ് ജേം സെൽസ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്ററി സെൽസ് എന്ന് പറയുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ. അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോണിക് സെൽസ് ഉണ്ട്, പ്രൊപ്പഗേറ്ററി സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജേം സെൽസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ചിലതൊക്കെ റിപ്പീറ്റഡ് ഡിവിഷൻസ്
പല റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻസ് വന്നിട്ട് സ്മോൾ ക്ലസ്റ്റേഴ്സായിട്ട് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ജേം ബോൾസ് എന്ന് പറയുന്നത്, ജേം ബോൾസ്. ഈ ജേം ബോൾസ് ആണ് പിന്നീട് പുതിയ ലാർവയൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. അത് അടുത്ത ലേറ്റർ സ്റ്റേജസിലൊക്കെ അങ്ങനെ വരുന്നത്. ആ പുതിയ ലാർവ വരുന്നത് ഇങ്ങനത്തെ ജേം ബോൾസിൽ നിന്നാണ്. ഈ മിറാസീഡിയം ലാർവയ്ക്ക് ഇനിയും അടുത്ത ഒരു ഫർദർ ഡെവലപ്മെൻറ്റ് സംഭവിക്കണമെങ്കിൽ അതിനൊരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വേണം. അപ്പം ഇത് അടുത്ത ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിനെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ സാധാരണ കാണുന്ന ഒരു കോമൺ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ് പോണ്ട് സ്നെയിൽ. ഈ മിറാസീഡിയം ലാർവയ്ക്ക് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ ലാർവൽ ഫോമിൽ ഇത് ജീവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ അത് ഒരു സ്നെയിലുമായിട്ട് കോണ്ടാക്ട് വരണം. കാരണം അടുത്ത ഹോസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് സ്നെയിലാണല്ലോ. അപ്പം ഇത് വളരെ ആക്റ്റീവായിട്ട് സ്വിം ചെയ്ത് ഈ സ്നെയിലിനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇത് ചത്തുപോകും. ഇങ്ങനെ അത് ആക്റ്റീവ്ലി ഒക്കെ സ്വിം ചെയ്ത് അത് ഒരു സ്നെയിലുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ആ സ്നെയിലിൻ്റെ മാൻഡിൽ തുറന്ന് പൾമണറി സാക്കിലെത്തും. അത് എത്തുന്നത് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ, ടിഷ്യൂ ഡിസോൾവിങ് സെക്രീഷൻസ് ഒക്കെ വെച്ചിട്ട് അത് എപ്പിക്കൽ പാപ്പിലയുടെ ഹെൽപ്പോടുകൂടി അതിൻ്റെ പൾമണറി സാക്കിലെത്തും, ഇതിൻ്റെ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ റൂഫിലിരുന്ന് അത് ഫർദർ ഡെവലപ്മെൻറ്റ് നടത്തും. മിറാസീഡിയം ലാർവെ ഇങ്ങനെ പൾമണറി ചേംബറിൻ്റെ റൂഫിലിരുന്ന് അത് ഫർദർ ഡെവലപ്മെൻറ്റ് നടത്തുമ്പം അതിൻ്റെ സീലിയേറ്റഡ് എപ്പിഡെർമിസ് ഒക്കെ അത് കാസ്റ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ഈവൻച്വലി അത് സാക്കുലറായിട്ട് മാറും. അതുപോലെ തന്നെ അതിൻ്റെ എപ്പിക്കൽ പാപ്പില, ഗ്ലാൻഡുലാർ അപ്പാരറ്റസ്, സെറിബ്രൽ ഗാംഗ്ലിയൻ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഐ സ്പോട്സ്, ഇതൊക്കെ ഡിസപ്പിയർ ചെയ്യും. എന്നിട്ട് അത് ഇൻറ്റേർണൽ ടിഷ്യൂ, സ്നെയിലിൻ്റെ ഇൻറ്റേർണൽ ടിഷ്യൂവിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് അടുത്ത ലാർവയായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യും. അടുത്ത ലാർവയാണ് സ്പോറോസിസ്റ്റ്. സ്പോറോസിസ്റ്റ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളൊരു സാക്കുലർ ലാർവയാണ്. സാക്കുലർ എന്ന് പറഞ്ഞാൽ പൗച്ച് ലൈക്ക് അങ്ങനെ ഒരു സാക്കുലർ ലാർവയാണ് സ്പോറോസിസ്റ്റ്. അതിൻ്റെ ബോഡി വോള് 3 ലെയേഴ്സായിട്ടാണ്: ഔട്ടർ ടെഗുമെൻ്റ്, മിഡിൽ മസ്കുലാർ ലെയർ ആൻഡ് ഇന്നർ മീസെൻകൈമൽ ലെയർ. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ബോഡി വോൾ ഉള്ളത്. അത് സാക്കുലർ ആയിട്ടുള്ളൊരു ലാർവയാണ് സ്പോറോസിസ്റ്റ്. ഇനി ഇൻറ്റേർണലി സ്പോറോസിസ്റ്റിന് ഒരു പെയർ ഓഫ് നെഫ്രീഡിയ ഉണ്ട്. പിന്നെ ഒത്തിരി ജേം സെൽസും ജേം ബോൾസും ഒക്കെ സ്പോറോസിസ്റ്റിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ ജേം സെൽസും ജേം ബോൾസും ഒക്കെ മിറാസീഡിയം ലാർവ ആയിരുന്ന സമയത്ത് ഉണ്ടായതാണ്. ഇപ്പോഴും അത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സൈഗോട്ടിക് സെൽസ് ആയിട്ട് സ്പോറോസിസ്റ്റ് ഫോമിലും കിടപ്പുണ്ട്. ഈ ജേം സെൽസ് റിപ്പീറ്റഡ് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് ജേം ബോൾസ് ആയിട്ട് മാറുന്നത്. ഈ ജേം ബോൾസ് തന്നെ എംബ്രിയോ ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അതായത് ചിലതൊക്കെ ഇതിനകത്ത് ഡയറക്റ്റ്ലി തേർഡ് ടൈപ്പ് ഓഫ് ലാർവയായിട്ട് മാറാറുണ്ട്, റീഡിയ ആയിട്ട് മാറാറുണ്ട്. ഇങ്ങനെയുള്ളൊരു ഫിനോമിനൻ, അതായത് ഒരു സിംഗിൾ സൈഗോട്ടിൽ നിന്ന് ഒത്തിരി എംബ്രിയോസ് ഉണ്ടായി വരുന്ന ആ ഒരു ഫിനോമിനയ്ക്കാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ആദ്യകാലത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സ്പോറോസിസ്റ്റിൻ്റെ മീസെൻകൈമൽ ലൈനിങ്ങിലുള്ള അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ബഡ് ഓഫ് ചെയ്തിട്ട് അതാണ് പിന്നീട് റീഡിയ ആയിട്ടൊക്കെ മാറുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യകാലത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെ പാർത്തോജെനിസിസ് എന്നൊക്കെ വിളിച്ചിരുന്നു, പാർത്തനോജെനിസിസ് എന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് സൈറ്റോളജിക്കൽ സ്റ്റഡീസൊക്കെ നടത്തിയപ്പം നമുക്ക് മനസ്സിലായി റീഡിയ ഡെവലപ്പ് ചെയ്യുന്നത് സൈഗോട്ടിക് ആയിട്ടുള്ള ഫെർട്ടിലൈസ്ഡ് സെൽസിൽ നിന്നാണ്. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഗാമാറ്റിക് സെൽസിൽ നിന്നല്ല, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ടിക് സെൽസിൽ നിന്നാണ് റീഡിയ ഡെവലപ്പ് ചെയ്യുന്നത്, ജേം സെൽസിൽ നിന്ന്. ഇങ്ങനെ റീഡിയ ഫുള്ളി ഫോംഡ് ആകുമ്പോഴത്തേക്കും അത് സ്പോറോസിസ്റ്റിൽ നിന്ന് വെളിയിൽ വരും. അത് വെളിയിൽ വരുന്നത് ഒരു ടെമ്പററി ഓപ്പണിംഗ് കൂടെയാണ്. അതിനാണ് ബെർത്ത് പോർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ടെമ്പററി ഓപ്പണിംഗിൽ കൂടെ അല്ലെങ്കിൽ ബെർത്ത് പോറിൽ കൂടെ സ്പോറോസിസ്റ്റിൽ നിന്ന് റീഡിയ വെളിയിലോട്ട് വരും. എന്നിട്ട് അത് മൈഗ്രേറ്റ് ചെയ്യും ലിവറിലോട്ട്, സ്നെയിലിൻ്റെ ലിവറിലോട്ട് കേട്ടോ. ഹെപ്പാറ്റോ പാൻക്രിയാസ്, ആ സ്നെയിലിൻ്റെ ലിവറിലോട്ട് ഇത് മൈഗ്രേറ്റ് ചെയ്യും റീഡിയ. ഇനി റീഡിയ എന്ന് പറയുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ലാർവൽ ഫോം, അതിൻ്റെ ഷേപ്പൊക്കെ നോക്കുവാണെങ്കിൽ അതൊരു സിലിണ്ടറിക്കൽ ലാർവയാണ്, ഇലോങ്ങേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ ബോഡി വോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ റീഡിയയുടെ ബോഡി വോളിലും 3 ലെയറുണ്ട്: ഔട്ടർ ടെഗുമെൻറ്റും, മിഡിൽ മസ്കുലാർ ലെയർ, പിന്നെ
ഇന്നർ, മീസെൻകൈമൽ ലെയർ. ഇങ്ങനെ 3 ലെയർ ഉണ്ട്. പിന്നെ അതിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ ഒരു മസ്കുലർ ബാൻഡ് ഉണ്ട്. ആ പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻറ്റീരിയർ എൻഡിൽ ഒരു മസ്കുലർ ബാൻഡ് ഉണ്ട്. അത് അതിന് വിളിക്കുന്നതാണ് കോളർ. മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, കോളർ. അതുപോലെ അതിൻ്റെ പോസ്റ്റീരിയർ എൻഡിൽ ഒരു പെയർ വെൻട്രോ ലാറ്ററൽ പ്രോസസ്, ഒരു പെയർ ഓഫ് വെൻട്രോ ലാറ്ററൽ പ്രോസസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ലാപ്പറ്റ്സ്. താഴെ നിങ്ങൾ കണ്ടോ, ഞാൻ എന്ത് പറയുമ്പോഴും നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് അത് മനസ്സിലാക്കണം, അത് എവിടെയാണ് എന്നുള്ളതൊക്കെ. ഇപ്പം ആ മുകളിൽ കാണുന്ന കോളർ കണ്ടോ, ആ കോളർ ലോക്കോമോഷന് വേണ്ടിയും ആങ്കറേജിന് വേണ്ടിയൊക്കെ സെർവ് ചെയ്യുന്ന, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ആ കോളറിൻ്റെ ഫംഗ്ഷനാണ് ലോക്കോമോഷൻ ആൻഡ് ആങ്കറേജ്. പിന്നെ ആ കോളറിനടുത്ത് തന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതാണ് ബെർത്ത് പോർ. റേഡിയ ലാർവയ്ക്ക് ഒരു ഷോർട്ട് എലമെൻ്ററി കനാലും പിന്നെ ഒരു പെയർ ഓഫ് പ്രോട്ടോനെഫ്രേഡിയ ഉണ്ട്. ഈ റേഡിയയുടെ ഫാരിങ്സിന് ചുറ്റുമായിട്ടും ഫാരിങ്ങൽ ഗ്ലാൻസ് കാണാം. അതിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ സലൈവറി ഗ്ലാൻഡിന് ഒക്കെ സിമിലറായിട്ട് ഉള്ള ഒരു ഗ്ലാൻഡാണ് ഫാരിങ്ങൽ ഗ്ലാൻഡ്. ഇത് ഫാരിങ്സിന് ചുറ്റുമായിട്ട് കാണുന്നുണ്ട്. ഇൻറ്റേർണലി നോക്കുവാണെങ്കിൽ റേഡിയയുടെ ഉള്ളിൽ ന്യൂമറസ് ആയിട്ട് ജേം സെൽസും ജേം ബോൾസും കാണാം. ഇത് സമ്മർ സമയത്ത് ഈ ജേം ബോൾസ് സെക്കൻഡ് ജനറേഷൻ ഓഫ് റേഡിയ ആയിട്ട് മാറും. അതായത് ഡോട്ടർ റേഡിയ അല്ലെങ്കിൽ സെക്കൻഡറി റേഡിയ ആയിട്ട് മാറും സമ്മർ സീസണിൽ. എന്നിട്ട് അത് പേരൻറ്റിൽ നിന്ന് ബെർത്ത് പോർ വഴി എസ്കേപ്പ് ചെയ്ത് പോകാറുണ്ട്. ഇത് നടക്കുന്നത് സമ്മർ സീസണിലാണ്. ഇനി വിൻ്റർ സീസണിൽ ഈ ജേം ബോൾസ് അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി റേഡിയയുടെ ഏതെങ്കിലും ആകാം, പ്രൈമറി സെക്കൻഡറി റേഡിയയുടെ ജേം ബോൾസ് നെക്സ്റ്റ് ലാർവയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ ലാർവയുടെ പേരാണ് സെർക്കാറിയ. ഇതും ബെർത്ത് പോറിൽ കൂടെ വെളിയിലോട്ട് വരും. അപ്പോൾ റേഡിയ കഴിഞ്ഞ് വരുന്ന ലാർവൽ ഫോമാണ് സെർക്കാറിയ. അതിൻ്റെ ഷേപ്പൊക്കെ നോക്കുവാണെങ്കിൽ സെർക്കാറിയ എന്ന് പറയുന്നത് ഒരു ഓവൽ അല്ലെങ്കിൽ ഓവലായിട്ട് ഫ്ലാറ്റ് ടെയിൽഡ് ആയിട്ടുള്ളൊരു ലാർവയാണ്. അത് ഓർത്തിരിക്കണം, സെർക്കാറിയയ്ക്ക് ടെയിലുണ്ടെന്നുള്ള കാര്യം. പിന്നെ അതിൻ്റെ ബോഡി സ്പൈനി ടെഗുമെൻ്റ് ഒക്കെ വെച്ച് കവർ ചെയ്തേക്കുന്ന ഒരു ബോഡിയാണുള്ളത്. 2 സക്കേഴ്സ് ഉണ്ട്, ഓറൽ സക്കറും വെൻട്രൽ സക്കറും. ഇനി അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ മൊത്തമായിട്ട് പാരൻകൈമ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. പിന്നെ ഈ ടെഗുമെൻറ്റിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് ന്യൂമറസ് ആയിട്ടുള്ള സൈറ്റോജീനിയസ് ഗ്ലാൻസ് കാണപ്പെടുന്നുണ്ട്. സെർക്കാറിയ ലാർവൽ ഫോമിന് നല്ല വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു എലമെൻ്ററി കനാലുണ്ട്, ഒരു പെയർ പ്രോട്ടോനെഫ്രീഡിയ ഉണ്ട്, പിന്നെ ന്യൂമറസ് ആയിട്ട് ഫ്ലെയിം സെൽസും ഉണ്ട്. ഈ 2 പ്രോട്ടോനെഫ്രീഡിയ ഇല്ലേ, ഇത് രണ്ടും കൂടെ ആ പെയർ അത് ടെർമിനലിയാണ് ജോയിൻ ചെയ്യുന്നത്. ആ ഒരു ഭാഗത്താണ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് എക്സ്ക്രീറ്ററി ബ്ലാഡർ എന്നറിയപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നെ എക്സ്ക്രീറ്ററി ഡക്റ്റ് വരുന്നുണ്ട്. ആ എക്സ്ക്രീറ്ററി ഡക്റ്റ് പിന്നെ എക്സ്ക്രീറ്ററി പോറായിട്ട് ഓപ്പൺ ചെയ്തു പോകുന്നുണ്ട്. ഇനി സെർക്കാറിയയുടെ ഫാരിങ്സിന് ചുറ്റുമായിട്ട് നെർവ് റിങ് കാണപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗൊണാഡ്സ് റുഡിമെൻ്റ് ഫോമിലാണ്. അത് കാണുന്നത് പോസ്റ്റീരിയർ ഭാഗത്തായിട്ടാണ്. അവിടെ റുഡിമെൻ്റ് ഫോമിലാണ് ഗൊണാഡ്സ് ഉള്ളത്. ഈ സെർക്കാറിയ എന്ന് പറയുന്ന ലാർവൽ ഫോം നമ്മുടെ അഡൾട്ട് ഫ്ലൂക്കുമായിട്ട് നല്ല റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. 2 കാര്യം ഒഴിച്ച്, ഒന്ന് സെർക്കാറിയയ്ക്ക് ഒരു ടെയിലുണ്ട്, അഡൾട്ട് ഫോമിന് അതില്ല. പിന്നെ സെർക്കാറിയയ്ക്ക് മച്ചുവേർഡ് ഗൊണാഡ്സ് ഇല്ല. പക്ഷേ അഡൾട്ട് ഫോം വരുമ്പോഴത്തേക്കും, അതായത് അഡൾട്ട് ഫോമായിട്ടുള്ള ഫ്ലൂക്കിൽ മച്ചുവേർഡ് ഗൊണാഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ 2 വ്യത്യാസം ഒഴിച്ചാൽ സെർക്കാറിയ എന്ന് പറയുന്ന ഫോം, ലാർവൽ ഫോം അഡൾട്ട് ഫ്ലൂക്കുമായിട്ട് നല്ല റിസംബ്ലൻസ് കാണിക്കുന്ന ഒരു ലാർവയാണ്. ഇനി സെർക്കാറിയ ഫുള്ളി ഫോം ആകുമ്പോഴത്തേക്ക് അത് റേഡിയയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് സ്നെയിലിൻ്റെ പൾമറി സാക്കിലെത്തും. എന്നിട്ട് അവസാനം അവിടെ നിന്ന് വെളിയിലോട്ട് ചാടും. ഇതാണ് സെർക്കാറിയ. വെളിയിലോട്ട് ആദ്യം അത് പൾമറി സാക്കിലെത്തിയിട്ട് അവിടെ നിന്നാണ് എസ്കേപ്പ് ചെയ്ത് വെളിയിലോട്ട് പോകുന്നത്. ഈ സെർക്കാറിയ ലാർവൽ ഫോമിന് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫ്രീ ലൈഫാണ്. അതായത് വളരെ കുറച്ച് മണിക്കൂർ മാത്രമേ അതിന് സ്വിം ചെയ്ത് നടക്കാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൽ. അത് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് സെറ്റിൽ ഡൗൺ ചെയ്യും. ഏതെങ്കിലും ഒരു വാട്ടർ വീഡിലോട്ട് അതിൻ്റെ വെൻട്രൽ സക്കർ ഉപയോഗിച്ച് അത് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അത് അവിടെ അറ്റാച്ച് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്തിരുന്നിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ടെയിലൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കും. ഈ സമയത്ത് അതിനകത്തുള്ള സിസ്റ്റോജീനിയസ് ഗ്ലാൻസ് ഉണ്ട്. അത് അതിൻ്റെ ചുറ്റുമായിട്ട്, ഈ സെർക്കാറിയയുടെ ചുറ്റുമായിട്ട്
ഒരു 4 ലെയറുള്ള ഒരു സിസ്റ്റ് ഫോം ചെയ്യും. ഇങ്ങനെ എൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെയിൽലെസ് ആയിട്ടുള്ള സെർക്കാറിയയ്ക്കാണ് നമ്മൾ മെറ്റാസെർക്കാറിയ എന്ന് പറയുന്നത്. 4 ലെയർ ഓഫ് സിസ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ. 4 ലെയർ എന്ന് പറയുന്നത് ഒന്ന് ടാൻഡ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ലെയർ, പിന്നെ ഫൈബ്രസ് ലെയർ, പിന്നെ മ്യൂക്കോപോളിസാക്രൈഡ് ലെയർ, പിന്നെ കെറാറ്റിൻ ലെയർ. ഇങ്ങനെ 4 ലെയേർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റാണ് മെറ്റാസെർക്കാറിയയ്ക്കുള്ളത്. അതിന് ടെയിലൊന്നും കാണത്തില്ല മെറ്റാസെർക്കാറിയയ്ക്ക്. ഇങ്ങനെ ഒരു ടെയിൽലെസ് ആയിട്ടുള്ള എൻസിസ്റ്റഡ് ഫോമിൽ കാണുന്ന സെർക്കാറിയയ്ക്കാണ് നമ്മൾ മെറ്റാസെർക്കാറിയ എന്ന് പറയുന്നത്. മെറ്റാസെർക്കാറിയ ഈ ഒരു സ്റ്റേജിൽ ഇൻഫെക്റ്റീവാണ്. അപ്പം ഇനിയും ഇതിന് ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അടുത്ത ഒരു ഹോസ്റ്റ്, അതായത് ഷീപ്പിലേക്ക് അതെത്തണം. ഷീപ്പാണെങ്കിൽ പ്ലാന്റ്സിനൊക്കെ ഫീഡ് ചെയ്യുമല്ലോ. അപ്പം ലാർജ് നമ്പർ ഓഫ് മെറ്റാസെർക്കാറിയ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ പ്ലാന്റ്സിനകത്തൊക്കെ മെറ്റാസെർക്കാറിയ അറ്റാച്ച് ചെയ്ത് കിടക്കും. അപ്പം മെറ്റാസെർക്കാറിയ ഓൾറെഡി ഇൻഫെക്റ്റീവ് ഫോമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന മെറ്റാസെർക്കാറിയ, പ്ലാന്റുമായിട്ടൊക്കെ അല്ലെങ്കിൽ വീഡ്സുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന മെറ്റാസെർക്കാറിയയെ ഈ ഷീപ്പ് പ്ലാന്റ് കഴിക്കുമ്പോൾ, അതിനെ ഫീഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെറ്റാസെർക്കാറിയയും ഷീപ്പിൻ്റെ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് എക്സിസ്റ്റ്മെൻ്റ് ഓർക്കും. എക്സിസ്റ്റ്മെൻ്റ് നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എൻസിസ്റ്റ്മെൻ്റ് ആണ്, ഇത് എക്സിസ്റ്റ്മെൻ്റ് ആണ്. അതായത് നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ, ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ടെൻഷനൊക്കെ ഉള്ളപ്പം, അതുപോലെ അത് ബൈലിൻ്റെ പ്രസൻസിൽ, അവിടെ ബൈലുണ്ടല്ലോ ഇൻറ്റസ്റ്റൈനിൽ, അപ്പം അതിൻ്റെയൊക്കെ പ്രസൻസിൽ എക്സിസ്റ്റ്മെൻ്റ് നടക്കും. ഇങ്ങനെ എക്സിസ്റ്റഡ് ആയിട്ടുള്ള മെറ്റാസെർക്കാറിയ, അതായത് അതിൻ്റെ സിസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് മെറ്റാസെർക്കാറിയ ഷീപ്പിൻ്റെ ഗട്ട് വോളിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. എന്നിട്ടത് പെരിറ്റോണൽ ക്യാവിറ്റി, ഷീപ്പിൻ്റെ പെരിറ്റോണൽ ക്യാവിറ്റിയിലെത്തും. അവിടെ നിന്ന് അത് ലിവറിലേക്ക് നീങ്ങും. ലിവറിലേക്ക് എത്തിയാൽ അവിടെ വെച്ചിട്ട് അത് മച്വർ ചെയ്യും. അവിടെ ലിവറിലാണ് അത് വളരുന്നത്, മച്വർ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3 തൊട്ട് 7 വീക്കൊക്കെ കഴിയുമ്പോൾ അത് ബൈൽഡ് ഡക്റ്റിലേക്ക് പോകും. ബൈൽഡ് ഡക്റ്റിലെ എപ്പിത്തീലിയമുണ്ട്, ബൈൽ ഡക്റ്റ് എപ്പിത്തീലിയത്തിന് അത് ഫീഡ് ചെയ്ത് ബൈലിൻ്റെ കമ്പോണൻസിനൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നാൾ നിൽക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് നമ്മുടെ ഫാസിയോള ഹെപ്പാറ്റിക്കയുടെ ലൈഫ് സൈക്കിളാണ്. അതിൻ്റെ ഓരോ ലൈഫ് സൈക്കിൾ, അത് ഓരോ ലാർവൽ സ്റ്റേജസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ മിറാസീഡിയത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെ സ്പോറോസിസ്റ്റ്, പിന്നെ റേഡിയ, പിന്നെ സെർക്കാറിയ, ഇപ്പോൾ നമ്മൾ മെറ്റാസെർക്കാറിയ. ഇങ്ങനെ 5 ലാർവൽ സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഓരോ സ്ലൈഡ്സിലായിട്ട് പഠിച്ചത്. ഇത് ഓർത്തിരിക്കണം, അതിൻ്റെ ഓർഡർ ഓർത്തിരിക്കണം. ആദ്യം മിറാസീഡിയം, പിന്നെ സ്പോറോസിസ്റ്റ് ആകുന്നു, പിന്നെ റേഡിയ ഫോം ചെയ്യുന്നു, അതിൽ നിന്ന് പിന്നെ സെർക്കാറിയ, പിന്നെ മെറ്റാസെർക്കാറിയ. ഇപ്പം നമ്മളതിൻ്റെ ലൈഫ് സൈക്കിൾ, ലൈഫ് ഹിസ്റ്ററി പഠിച്ചപ്പോൾ കുറച്ച് പെക്യുലാരിറ്റീസ്, അതായത് ബയോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ അതിന് പല ലാർവൽ സ്റ്റേജസ് ഉണ്ട്. 2 സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് ഉണ്ട്. ഓരോ ലാർവൽ സ്റ്റേജസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ ലൈഫ് സൈക്കിൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ് നമുക്ക് ഫാസിയോള ഹെപ്പാറ്റിക്കയിൽ കാണുന്നത്. അതിനകത്ത് 5 ലാർവൽ സ്റ്റേജസ് ഉണ്ട്. പിന്നെ അതിൻ്റെ 2 ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഷീപ്പ്, പിന്നെ ഒന്ന് പോണ്ട് സ്നെയിൽ. അതിനകത്ത് ഷീപ്പാണ് ഡെഫിനിറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഹോസ്റ്റായിട്ട് ഉള്ളത്. സ്നെയിലാണ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഹോസ്റ്റായിട്ട് നിൽക്കുന്നത്. അടുത്തൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഫീക്കൻഡിറ്റി റേറ്റ് നല്ല കൂടുതലാണ്. പിന്നെ പോളി എംബ്രിയോണി കാണിക്കുന്നു. ഇതൊക്കെ ഓരോ പ്രത്യേകതകളാണ്. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഈ പല സ്റ്റേജസ് ഉണ്ട് ലൈഫ് സൈക്കിൾ നമ്മൾ കണ്ടല്ലേ. അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പല ലാർവൽ സ്റ്റേജസിൽ കൂടെ കടന്നു പോകുമ്പം ഇതിന് ഒത്തിരി അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ ലാർവൽ ഫോം മാസമായിട്ട് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഇവർ ഇതിൻ്റെ ഫീക്കൻഡിറ്റി റേറ്റ് നല്ലതായിട്ട് കൂട്ടിയത്. അതുപോലെ പോളി എംബ്രിയോണൊക്കെ കാണിക്കുന്നത് ഈ ഓഡ് സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് വരാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണത് ന്യൂമറസ് ആയിട്ട് സെക്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് ലാർവൽ ഫോംസ് നമ്പർ ഒത്തിരി ഉണ്ട്. പോളി എംബ്രിയോണൊക്കെ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ സൈക്കിൾ ഡെസ്റ്റിനേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യാനും സക്സസ്ഫുൾ ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും ഫീക്കൻഡിറ്റി റേറ്റും പോളി എംബ്രിയോണിയും ഇത് കാണിക്കുന്നത്. ഫീക്കൻഡിറ്റി റേറ്റ് എന്താണെന്ന് അറിയാമോ? എന്തുമാത്രം ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു പോയിന്റ് ഫാസിയോള ഹെപ്പാറ്റിക്ക ഹെട്രോഗമി കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുവാണെങ്കിൽ
ഒരു സെക്ഷൽ ജനറേഷനും ഉണ്ട്. അത് ഓൾട്ടർനേറ്റ് ചെയ്ത് സെവറൽ ജനറേഷൻ ഓഫ് പോളി എംബ്രോണി അതും കാണിക്കുന്നുണ്ട്. ഇതിനാണ് ഹെട്രോഗമി എന്ന് പറയുന്നത്. ഈ ലിവർ ഫ്ലൂക്കിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അവർക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് എംബ്രിയോണിക് സെൽസ് ഉള്ളെന്നുള്ളത്. അതായത് ഒന്ന് സൊമാറ്റിക് എംബ്രിയോണിക് സെൽസും ജെർമിനൽ എംബ്രിയോണിക് സെൽസും. ഇങ്ങനെ 2 ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് എംബ്രിയോണിക് സെൽസ് നമ്മുടെ ലിവർ ഫ്ലൂക്കിൻ്റെ ലൈഫ് സൈക്കിളിൽ കാണാം. സൊമാറ്റിക് ആണെങ്കിൽ അത് നോൺ സെക്ഷുവൽ ആണ്. ജേം സെൽസ് റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. സൊമാറ്റിക് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ഉണ്ടാകുന്നത്. ജേം സെൽസ് എംബ്രിയോ ആയിട്ട് ബിഹേവ് ചെയ്യും. എന്നിട്ട് ഓരോ പുതിയ ജനറേഷൻ ലാർവ ഉണ്ടാക്കുന്നത്, പോളി എംബ്രിയോണി വഴി പുതിയ ജനറേഷൻ ഓഫ് ലാർവയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ജേം സെൽസ് ആണ്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് സെൽസ്, സൊമാറ്റിക്കും ജേം സെൽസും നമ്മുടെ ലിവർ ഫ്ലൂക്കിൽ കാണാൻ പറ്റും. വേറൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ലാർവൽ ഫോമാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അതായത് ഇവരുടെ ലാർവ നോക്കുവാണെങ്കിൽ അവരുടെ പാരസിറ്റിക് ആയിട്ടുള്ള അഡൽട്ട് ഫോമിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് ലാർവൽ ഫോമിന് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട്. അപ്പം ലാർവൽ ഫോമാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ഇതും ഒരു പെക്യുലാരിറ്റിയാണ്. ഇതിൻ്റെ പാത്തോജനിസിറ്റി, അതായത് ഫാസിയോള ഹെപ്പാറ്റിക്ക അഫക്റ്റ് ചെയ്യുന്നത് പാത്തോജനിക് ആയിട്ടുള്ളത് ഷീപ്പിനെയാണ്. ഷീപ്പിൽ കോസ് ചെയ്യുന്ന ഡിസീസാണ് ഫാസിയോളാസിസ് അല്ലെങ്കിൽ ലിവർ റോട്ട്. ഈ ഡിസീസ് വന്നാൽ ലിവറിൻ്റെ ഡാമേജ്, ലിവറിൻ്റെ മാത്രമല്ല ലിവറിൻ്റെയും ബൈലിൻ്റെയും ആദ്യം അത് എൻലാർജ് ചെയ്യും, എന്നിട്ട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഡാമേജ് ഉണ്ടാവുക ചെയ്യുന്നത് ലിവറും ബൈലും. ഷീപ്പിലാണ് ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. 2 രീതിയിൽ ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട്. അക്യൂട്ടായിട്ട് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ഈ ഷീപ്പ് ഡൾ, ഒരു സ്ലഗ്ഗിഷ് ഒക്കെ ആയിട്ട് മാറിയിട്ട് ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്ത് ഭയങ്കര അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാകും അതിന്, ആ ഷീപ്പിന്. എന്നിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ചത്തുപോകും. ക്രോണിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആദ്യം ഷീപ്പ് വീക്ക് ആകാൻ തുടങ്ങും, പിന്നെ അനീമിക് ആകും, എന്നിട്ട് സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടാവും, ജോസിനൊക്കെ പെയിനൊക്കെ ഉണ്ടാവും, എന്നിട്ട് വളരെ പതിയെ ഡെത്ത് ഒരു മാസത്തിനുള്ളിലൊക്കെ ഡെത്ത് ഉണ്ടാവും. പാരസിറ്റിക് ഫോമിൽ, അതായത് മെറ്റാസർക്കറി ആയിരിക്കുന്ന സമയത്താണ് ഈ ലിവറിലും ബൈൽ ഡക്റ്റിലും ഒക്കെ ചെന്ന് ഫാസിയോള ഹെപ്പാറ്റിക്ക അറ്റാക്ക് ചെയ്യുന്നത്, പാത്തോജനിക് ആകുന്നത് ആ സമയത്താണ്. അപ്പം ഈ ബൈൽ ഡക്റ്റ് ഇൻഫ്ലമേറ്റഡ് ആകാം, ഡിസ്ട്രക്ഷൻ ഉണ്ടാകാം ബൈൽ ഡക്റ്റിലുള്ള എപ്പിത്തീലിയത്തിൻ്റെ, പിന്നെ ലിവറിൻ്റെയും ബൈൽ ഡക്റ്റിലൊക്കെ ഹെമറേജസ് ഒക്കെ, ഇങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. ബൈൽ ഡക്റ്റ് ഇൻഫ്ലമേറ്റഡ് ആയിട്ട് ഓവർക്രൗഡ്, ആ ഒരു ഭാഗത്ത് പാരസൈറ്റ്സ് ഓവർക്രൗഡ് ആവും. അപ്പോഴത്തേക്കും ഈ ബൈലറി ഫ്ലൂയിഡൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നോർമൽ പാസേജ് വരെ അത് ബ്ലോക്ക് ആക്കും. ഇങ്ങനെ ഒരുപാട് മെറ്റാസർക്കാരിയൻ ലാർവ അവിടെ ചെന്ന് ഇൻഫെക്റ്റ് ചെയ്ത്, അതായത് ബൈൽ ഡക്റ്റിലൊക്കെ ചെന്ന് ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ടോക്സിക് ആയിട്ടുള്ള സെക്രേഷൻസ് ഒക്കെ ഉണ്ടാകും. ബൈലറി ട്രാക്റ്റിൻ്റെ ആ ഒരു രീതി കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും, പാത്തോളജിക്കൽ ചേഞ്ചസ് വരും. അതായത് ഫിബ്രോയിഡ് ആൻഡ് സിസ്റ്റിക് തിക്കനിങ്, ആ ബൈൽഡ് ഡക്ട് വോള് തിക്കൻ ആവും, ഫിബ്രോയിഡ് ആൻഡ് സിസ്റ്റിക് തിക്കനിങ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു കോമൺ ചേഞ്ച് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നോർമലായിട്ടുള്ള ബൈൽ ഫ്ലോ ബ്ലോക്ക് ആകും, ജോണ്ടിസ് ഉണ്ടാകാം, ഡയേറിയ, അനീമിയ, ഇങ്ങനെ ഒത്തിരി സെക്കൻഡറി ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ഓർഗാനിസത്തിന്, ഷീപ്പിനുണ്ടാകാം. മനുഷ്യരിൽ ഇത് വളരെ റെയറായിട്ട് അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യാറുള്ളൂ, എന്നാലും മനുഷ്യരിലും ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ റോ ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് അതേപടി കുക്ക് ചെയ്യാതൊക്കെ റോ ആയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ മെറ്റാസർക്കറിയൻ ലാർവ നമ്മുടെ ഉള്ളിലോട്ടും കയറാറുണ്ട്. അപ്പം ഹ്യൂമൻ ഫാസിയോളാസിസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വോമിറ്റിങ്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറിയ, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസാണ്. മെയിൻലി ഇത് ഷീപ്പിലാണ് കാണുന്നത്. പിന്നെ ഷീപ്പ് റേസിങ് അല്ലെങ്കിൽ കാറ്റിൽ റേസിങ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ ഫാസിയോലാസിസ് എന്ന് പറയുന്ന ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈമറിലി ചെയ്യാൻ പറ്റുന്ന ആ പോണ്ടിലുള്ള സ്നെയിൽസിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിൽ അത് ചെയ്യാം. ഒന്നില്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് പോയ്സൺ ചെയ്യാം ആ പോണ്ട് സ്നെയിൽസിനെ, ഹാബിറ്റാറ്റിനെ പോയ്സൺ ചെയ്ത് നമുക്ക് സ്നെയിൽസിനെ അവിടുന്ന് കില്ല് ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ് യൂസ് ചെയ്യാം, ഡക്സ് ഉപയോഗിച്ച് ഡക്സ് അതിനെ ഫീഡ് ചെയ്തോളും. അപ്പം ഡക്സ് വെച്ച് അതിന് കൂടുതൽ ഡക്സ് ആ ഭാഗത്തോട്ട് വിട്ടാൽ അത് സ്നെയിൽസിനെ ഫീഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുവാണെങ്കിൽ നമുക്ക്
ഈ മൊത്തം ആ ഒരു പോണ്ടൊക്കെയാണ് വാട്ടറിനെ അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ ഹോട്ട് സണ്ണുമായിട്ട് എക്സ്പോസ് ആകുമ്പോൾ സ്നീൽസ് ചത്തുപൊക്കോളും. അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിർത്താം. മനുഷ്യരിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പ്രോപ്പർലി വാഷ്ഡ്, പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വേണം നമ്മൾ കഴിക്കാൻ. സ്നെയിൽസൊക്കെ കഴിയുന്നത് ഡയറ്റിൽ നിന്ന് അകറ്റി നിർത്തുന്നത്, ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് മനുഷ്യരിലേക്ക് ഇത് ഇൻഫെക്റ്റ് ചെയ്യാതിരിക്കാൻ നല്ലത്. ഇനി ഷീപ്പിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷീപ്പിൽ ആൻറ്റി ഹെൽമിന്ത് ഡ്രഗ് കൊടുക്കാം. അങ്ങനെ നമുക്ക് അഡൽട്ട് ഫ്ലൂക്സ് ഷീപ്പിലുള്ള അഡൽട്ട് ഫ്ലൂക്സ് നമുക്ക് കില്ല് ചെയ്ത് കളയാൻ പറ്റും. ഉള്ളത് ഈ ലിവർ ഫ്ലൂക്കിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. ലിവർ ഫ്ലൂക്ക് മോർഫോളജിക്കലിയും ഫിസിയോളജിക്കലും ഒക്കെ ഒരു എൻഡോ പാരസിറ്റിക് ലൈഫിന് അഡാപ്റ്റഡ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ് ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ മോർഫോളജി ഫിസിയോളജി ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് എൻഡോ പാരസിറ്റിക് ലൈഫിന് വേണ്ടി അഡാപ്റ്റഡ് ആണ്. ഈ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് നമുക്ക് 2 മെയിൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒന്ന് ഡീജനറേഷൻ, 2 നിയോഫോർമേഷൻ. അതായത് ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണ്, ചിലതൊക്കെ പുതുതായിട്ട് വീണ്ടെടുക്കുകയാണ്. ഡീജനറേഷൻസ് ആ ഒരു ഇതിനകത്ത് നടക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് റെഡ്യൂസ്ഡ് ഫോം ആയിട്ട് മാറുമോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ നിയോഫോർമേഷൻസിനകത്ത് പുതിയ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ മോഡിഫൈ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഈ അഡാപ്റ്റേഷന് വേണ്ടിയാണ് ഇതൊക്കെ. ഡീജനറേറ്റീവ് അഡാപ്റ്റേഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ലോക്കോമോട്ടർ സ്ട്രക്ചേഴ്സൊക്കെ ആബ്സെൻ്റ് ആകുന്നു, അല്ലെങ്കിൽ ലോസ് ആയി പോകുന്നു. പിന്നെ റെസ്പിറേറ്ററി, സർക്കുലേറ്ററി ഓർഗൻസ് ഒക്കെ പോകുന്നു. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ ആബ്സെൻ്റ് ആകുന്നു. അങ്ങനെ അതൊക്കെയാണ് ഡീജനറേറ്റീവ് അഡാപ്റ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിയോ ഫോർമേഷൻസ് ആയിട്ടൊക്കെ വരുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഒന്ന് പ്രൊട്ടക്റ്റീവ് ടെഗുമെൻറ്റ്, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ടെഗുമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അഡ്ഹസീവ് ഓർഗൻസ് ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട്. പിന്നെ എനറോബിക് റെസ്പിറേഷനുള്ള പവർ കിട്ടുന്നുണ്ട്. ഹെർമാഫ്രോഡിറ്റിസം കാണിക്കുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. എനോമസ് ആയിട്ടുള്ള ഫീക്കൻഡിറ്റി, പോളി എംബ്രിയോണി, ഇതൊക്കെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിയോഫോർമേഷനകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് ഈ എന്താണ് ലിവർ ഫ്ലൂക്കിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് എന്ന് ഒരു പോയിൻ്റായിട്ട് പഠിക്കാം. ഒരു 7 പോയിന്റുകളും ഉണ്ട്, നമുക്കത് ഓരോന്ന് കാണാം. ഇത് ചിലപ്പം ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. എസ് എ ചോദിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് എന്താണ്, ലാർവൽ അഡാപ്റ്റേഷൻസ് എന്താണെന്നൊക്കെ വേറൊരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അതുകൊണ്ട് ഇതും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പാരസിറ്റിക് അഡാപ്റ്റേഷൻ, ലിവർ ഫ്ലൂക്കിൻ്റെ ഒന്നാമത്തെ പാരസിറ്റിക് അഡാപ്റ്റേഷനാണ് അതിൻ്റെ ലോക്കോമോട്ടർ, റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി ഓർഗൻസ് ആബ്സെൻ്റ് ആണെന്നുള്ളത്. ഇത് ആബ്സെൻ്റ് ആവാൻ കാരണം ഈ ഫാസിയോള ഇരിക്കുന്നത് ഇൻഫെക്റ്റഡ് സ്റ്റേജിൽ ആ ഷീപ്പിൻ്റെ ലിവറിലും ബൈൽ ഡക്റ്റിലൊക്കെ ആയിരിക്കുമല്ലോ. അവിടെ അതിന് എല്ലാ ബയോളജിക്കൽ റിക്വയർമെൻറ്റ്സും കിട്ടുന്നുണ്ട്. അതിന് ഫുഡ് വേണ്ട, ഷെൽട്ടർ എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിന് മൂവ് ചെയ്യുകയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ അതിന് വേണ്ട, അതിന് ആവശ്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അതിനവിടെ കിട്ടുന്നുണ്ട്, മൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ലോക്കോമോട്ടറി ഓർഗൻസ് ആബ്സെൻ്റ് ആണ്. പിന്നെ ഈ ലിവറിന് അല്ലെങ്കിൽ ബൈലിനകത്ത് ഫ്രീ ആയിട്ട് മോളിക്കുലർ ഓക്സിജൻസ് അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ ആവശ്യവും ഇതിന് ഇല്ല. പിന്നെ സർക്കുലേറ്ററി ഓർഗൻസും വേണ്ട, കാരണം ഇതിനെല്ലാ ന്യൂട്രിയൻസും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ന്യൂട്രിയൻസ് അവർക്ക് ഈ ലിവർ ഫ്ലൂക്കിന് ബ്രാഞ്ചിങ് ഇൻറ്റസ്റ്റൈൻ ഉള്ളതുകൊണ്ട് അവരുടെ ബോഡിയുടെ എല്ലായിടത്തും ഈ ന്യൂട്രിയൻസ് എത്തും ആ ബ്രാഞ്ചിങ് ഇൻറ്റസ്റ്റൈൻസ് യൂസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേറൊരു സർക്കുലേറ്ററി ഓർഗൻ ഒന്നും അവർക്ക് ആവശ്യമില്ല ഈ ലിവർ ഫ്ലൂക്കിന്. ഫാസിയോളയിൽ സെൻസ് ഓർഗൻസ് ആബ്സെൻ്റ് ആണ് അഡൽട്ട് ഫോമിൽ. ഇത് കാരണം ഈ ഇരിക്കുന്ന അതിൻ്റെ എൻവയോൺമെൻറ്റിൽ അതിന് എക്സ്റ്റേണൽ സ്റ്റിമുലൈസ് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം അതിൻ്റെ നെർവസ് സിസ്റ്റം വളരെ പുവർലി ഡെവലപ്ഡ് ആണ്, അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഫാസിയോളയ്ക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടെഗുമെൻ്റ് ഉണ്ട്. ഇതിന് കാരണം അത് ഇരിക്കുന്ന ആ സ്ഥലത്ത് അത് അവിടെ ബൈലൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ കെമിക്കൽ ആക്ഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. അതിൻ്റെ പേരാണ് ടെഗുമെൻ. അടുത്തത് അവർക്ക് നല്ല അഡ്ഹസീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതായത് സക്കേഴ്സും സ്പൈൻസും ഒക്കെ കാണാം. ഇതിന് കാരണം ഈ ഫാസിയോളയ്ക്ക് ഷീപ്പിൻ്റെ ലിവറിലും ബൈൽ ഡക്റ്റിലും മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അതിന് പുറത്തോട്ട് അതിന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം
ഇവിടെ അതിന് പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കണം. ബൈൽ അതിൻ്റെ ഫ്ലൂയിഡ്സ് വെച്ചൊന്നും വാഷ് ചെയ്ത് പോവാതെ പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള അഡ്ഹസീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് സക്കേഴ്സ് ഉണ്ട്, പിന്നെ സ്പൈൻസ് ഉണ്ട്. ഫാസിയോള ലിവറിലും ബൈൽഡക്റ്റിലും ഒക്കെ ഷീപ്പിൻ്റെ ലിവറിലും ബൈൽഡക്റ്റിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മോളിക്കുലാർ ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഓവർകം ചെയ്തേക്കുന്നത് അവർക്ക് നല്ല എനേറോബിക് റെസ്പിറേഷൻ ചെയ്യാൻ പറ്റും. അവർ അതിൻ്റെ എബിലിറ്റി കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു ഓഡ് സിറ്റുവേഷനെ അവർ ഓവർകം ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത ഇതിൻ്റെ ഹെർമാഫ്രോഡിറ്റിസമാണ്. ഹെർമാഫ്രോഡൈറ്റ് ആവാൻ കാരണം ഇവർക്ക് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് സെക്സിനൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും സെക്സസ് സെപ്പറേറ്റ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ സെക്സസ് സെപ്പറേറ്റ് അല്ല. അതുകൊണ്ട് ഒരേ ഓർഗാനിസത്തിൽ 2 സെക്സസ് ഉള്ളതുകൊണ്ട് അവർക്ക് മീറ്റിംഗ് എളുപ്പമാകും. അതുകൊണ്ട് തന്നെയാണ് അവർ ഹെർമാഫ്രോഡിറ്റിസം കാണിക്കുന്നത്. അടുത്തത് അവർക്ക് ഇനോമസ് ആയിട്ട് നല്ല ഫീക്കൻഡിറ്റി റേറ്റും ഉണ്ട്, പിന്നെ പോളി എംബ്രിയോണിയും അവർ കാണിക്കുന്നുണ്ട്. ഈ ഫാസിയോളയ്ക്ക് ഒത്തിരി ലാർവൽ സ്റ്റേജസ് അല്ലെങ്കിൽ ലാർവൽ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പലതും പല സ്ഥലത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഓവർകം ചെയ്ത് വരുന്ന ലാർവ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എനോമസ് ആയിട്ട് ഫീക്കൻഡിറ്റി കാണിക്കും. ഒത്തിരി ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് വിട്ടാലേ കുറച്ചെങ്കിലും ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഒക്കെ സർവൈവ് ചെയ്ത് വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇവർ എനോമസ് ആയിട്ട് ഫീക്കൻഡിറ്റിയും കാണിക്കുന്നു, പോളി എംബ്രിയോണിയും കാണിക്കുന്നത്. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഒരുപാട് ലാർവ ഒരു സിംഗിൾ എംബ്രിയോയിൽ നിന്ന് വരുന്നതിനാണ് പോളി എംബ്രിയോണി എന്ന് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ മൾട്ടി ഫോൾഡ് ആവുകയാണ്. ഒരു സിംഗിൾ എംബ്രിയോയിൽ നിന്ന് തന്നെ ഒത്തിരി ലാർവേ വരുന്നു. ഇതുകൂടാതെ ഇവർക്ക് എനോമസ് ആയിട്ടുള്ളൊരു ഫീക്കൻഡിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പം ഇവർക്ക് ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷൻ ഒന്നിൽ നിന്ന് തന്നെ മൾട്ടി ഫോൾഡ് ആയിട്ട് ഒരുപാട് ലാർവൽ ഫോംസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻസിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെക്കാനിസമായിട്ട് ഉള്ളതാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്നറിയാം. ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് വരും. അതുകൊണ്ടാണ് അത് മൊത്തം ഒറ്റയ്ക്ക് ഒന്നൊരുമിച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ഒന്ന് റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം അതിന് മോർഫോളജി പഠിച്ചു. മോർഫോളജി കഴിഞ്ഞ് ലൈഫ് സൈക്കിൾ പഠിച്ചു. ലൈഫ് സൈക്കിളിൽ 5 ലാർവൽ സ്റ്റേജസ് പഠിച്ചു. മിറാസീഡിയം, സ്പോറോസിസ്റ്റ്, റിഡിയ, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ, ഇത്രയും പഠിച്ചു. ഈ ലൈഫ് സൈക്കിൾ എഴുതുമ്പം എസ്ഐക്ക് വരുവാണെങ്കിൽ എഴുതുമ്പം നിങ്ങൾ ആ പടവും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്കണം കേട്ടോ, ലൈഫ് സൈക്കിൾ. പിന്നെ നമ്മളെന്താ പഠിച്ചത്? അതിൻ്റെ പാത്തോജെനസിറ്റി ഒക്കെ പഠിച്ചു. അതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പാരസിറ്റിക് അഡാപ്റ്റേഷൻസ്, ലിവർ ഫ്ലൂക്കിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസും പഠിച്ചു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി നിങ്ങളിത് കാണണം, നിങ്ങളിത് വരച്ച് പഠിക്കണം. ആ ലൈഫ് സൈക്കിളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ശരി.